ഓക്കെ ഗൈസ്, സോ നമ്മളുടെ അടുത്ത സ്റ്റാൻഡേർഡ് IAS 36 ഇംപെയർമെന്റ്. ഓക്കെ, ഇപ്പം ചെറുതായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു IAS 38 പിന്നെ ഈ പ്രീവിയസ് നമ്മളെടുത്ത സ്റ്റാൻഡേർഡിൽ ഇതൊക്കെ ഇംപെയർമെന്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നിരുന്നു. അസറ്റിന്റെ വാല്യൂ ഇടിയുമ്പോഴാണ് ഇംപെയർമെന്റ് വരിക. ഓക്കെ, അപ്പൊ ഫോൾ ഇൻ വാല്യൂ ഓഫ് എൻ അസറ്റിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇംപെയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇംപെയർമെന്റ് എപ്പോഴാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, സപ്പോസ് നമ്മളുടെ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ ഓക്കെ, ഇറ്റ് ഈസ് 10,000. ഓക്കെ, നമ്മൾ ഈ അസറ്റിന്റെ വാല്യൂ ഒന്ന് വെറുതെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കി, അല്ലെങ്കിൽ എന്തോ ഒരു കാരണത്താൽ മാർക്കറ്റിൽ നമ്മൾ ഈ അസറ്റിന്റെ വാല്യൂ ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നതാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു ഇംപെയർമെന്റ് ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇംപെയർമെന്റ് ടെസ്റ്റ് നടത്തും. ഓക്കെ, സോ ഒന്നും കൂടി പറയാണ്, നമ്മൾ അസറ്റിന്റെ സപ്പോസ് ഒരു 10,000 ക്യാരിയിങ് വാല്യൂ ഉണ്ട്. നമ്മൾക്ക് ആ ലാപ്ടോപ്പ് തന്നെ എടുക്കാം. അപ്പൊ ആ ലാപ്ടോപ്പിന്റെ വാല്യൂ സപ്പോസ് ഒരു 10,000 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ 10,000 ഇനി നമുക്ക് വിറ്റാലും കിട്ടില്ല എന്ന് ഉറപ്പായി. അതായത് മാർക്കറ്റിൽ എന്തോ സംഭവിച്ചത് കാരണം ആ അസറ്റിന്റെ വാല്യൂ ഇപ്പോഴും ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ അസറ്റിനെ വീണ്ടും വാല്യൂ ചെയ്യും. ഓക്കെ അല്ലേ? അതിനാണ് ഇംപെയർമെന്റ് ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ ഒരു ഇംപെയർമെന്റ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് എപ്പോഴും ക്യാരിയിങ് വാല്യൂ ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട് ആണ് ആയിരിക്കുക. അതായത് അസറ്റിന്റെ വാല്യൂ എന്ത് തന്നെ ആയാലും ഇടിയും. ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്സിൽ കാണിച്ചിരിക്കുന്ന ക്യാരിയിങ് വാല്യൂ ആയിരിക്കില്ല ആ അസറ്റിന് ഇപ്പോഴും ഉണ്ടാവുന്ന മാർക്കറ്റ് റേറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ അങ്ങനെ വരുമ്പം നമുക്കൊരു മെഷർമെന്റ് ക്രൈറ്റീരിയ ഉണ്ട്, സെയിം ആസ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ബിഫോർ ഇൻ IFRS 5. നമ്മൾ വേറൊരു മെഷർമെന്റ് എമൗണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൈ കമ്പയറിംഗ് ടു തിങ്സ് സെയിം ഇവിടെയുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ക്യാരിയിങ് വാല്യൂ എന്തായാലും തന്നെ ഉണ്ട്. ക്യാരിയിങ് വാല്യൂ ഗ്രേറ്റർ ആയത് കൊണ്ടാണ് ഇംപെയർമെന്റ് വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാ, അതെന്താ സംഭവം എന്നൊക്കെ വിചാരിക്കും. ഒന്നുമില്ലടാ, നമ്മളുടെ കയ്യിൽ സപ്പോസ് എൻ്റെ കയ്യിലൊരു ഐഫോൺ ഉണ്ട്. ഓക്കെ, ഒരു iPhone 13 Pro ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഉണ്ട് ട്ടാ. അപ്പം പക്ഷെ ആപ്പിൾ ഡിവൈസസ് ഒന്നും ഇപ്പൊ ഉണ്ടായിട്ട് കാര്യമില്ല. ഫുൾ സെക്കൻഡ് ഹാൻഡും ഡ്യൂപ്പും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എത്ര വിലക്ക് വേണമെങ്കിൽ നമുക്കത് കിട്ടും. ഓക്കെ, സപ്പോസ് ഞാനിത് ആ, വാങ്ങിയത് ഒരു സപ്പോസ് 100,000 വിചാരിക്കുക. ഇപ്പൊ ഞാൻ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഓക്കെ, ഞാൻ അറിഞ്ഞു എന്താണ്, ഒരുപാട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഉള്ളത് കാരണം എനിക്കിത് വെറും ഒരു 50,000 വിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനെ എൻ്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴിതിന്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 80,000 അല്ലെങ്കിൽ പോട്ടെ ഒരു 90,000 ആണെന്ന് വിചാരിക്കുക. പക്ഷെ എനിക്ക് ഉറപ്പായി ഇനി എന്തായാലും വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യില്ല, ഈ 90,000 എനിക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി. ഓക്കെ, അപ്പൊ റിക്കവറബിൾ എമൗണ്ട് വേറെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് ഇംപെയർമെന്റ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ക്യാരിയിങ് വാല്യൂ ഗ്രേറ്റർ ആണ്, പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 50,000 ആണുള്ളൂ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. നിന്നിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. റിക്കവറബിൾ എമൗണ്ടിന് വേറെയും സർട്ടൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാ. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ റിക്കവറബിൾ എമൗണ്ട് എത്രയാവും എന്നുള്ളതാണ്. അപ്പൊ റിക്കവറബിൾ എമൗണ്ടിന് നമുക്ക് രണ്ട് വാല്യൂസ് ആവശ്യമുണ്ട്. എന്നിട്ട് അത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ റിക്കവറബിൾ എമൗണ്ട് കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹയർ ഓഫ് NRV, നമ്മൾ പ്രീവിയസ്ലി പഠിച്ച അതേ NRV ആണ്, ഫെയർ വാല്യൂ മൈനസ് സെല്ലിംഗ് കോസ്റ്റ്. അല്ലെങ്കിൽ വാല്യൂ ഇൻ യൂസ്. വാല്യൂ ഇൻ യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ അസറ്റിൽ നിന്ന് നമ്മൾക്ക് ഫ്യൂച്ചറിൽ എത്രത്തോളം ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനാണ് വാല്യൂ ഇൻ യൂസ് എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഇൻട്രസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റാൻഡേർഡിൽ വൃത്തിയായിട്ട് പഠിക്കും. ഓക്കെ, സോ ഇപ്പോഴും ഇത്രേ ആലോചിച്ച് വെക്കേണ്ടുള്ളൂ. റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുമ്പം രണ്ട് വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിലൊന്ന് NRV ആണ്, വേറൊന്ന് എന്താണ്? വാല്യൂ ഇൻ യൂസ് ആണ്.
അപ്പൊ ഇതിൽ ഏതാണോ ഗ്രേറ്റർ എമൗണ്ട്, ആ ഗ്രേറ്റർ എമൗണ്ട് ആണ് എന്ത്, റിക്കവറബിൾ വാല്യൂ അല്ലെങ്കിൽ റിക്കവറബിൾ എമൗണ്ട് അല്ലെങ്കിൽ RA. അപ്പൊ നമ്മുടെ കയ്യിൽ ക്യാരിങ് വാല്യൂ ഉണ്ട്, റിക്കവറബിൾ എമൗണ്ടും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും എന്ത്, ഇംപെയർമെന്റ് ലോസ്. ഓക്കെ അല്ലേ? അപ്പൊ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ക്യാരിങ് വാല്യൂ ഗ്രേറ്റർ ദാൻ റിക്കവറബിൾ എമൗണ്ട് ആണെങ്കിൽ ഇംപെയർമെന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അസറ്റിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, റിക്കവറബിൾ എമൗണ്ട് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ക്യാരിങ് വാല്യൂ റിക്കവറബിൾ എമൗണ്ടിനെയും കാട്ടിയും താഴെയാണ്, ദാറ്റ് മീൻസ് വിൽക്കുമ്പോൾ നമുക്ക് മോർ എമൗണ്ട്സ് കിട്ടുന്നതാണെങ്കിൽ അവിടെ ഇംപെയർമെന്റ് ഒന്നുമില്ല. അപ്പൊ അസറ്റിനെ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാരിങ് വാല്യൂവിൽ തന്നെ കാണിക്കും. ഓക്കെ, അപ്പൊ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഇംപെയർമെന്റ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ക്യാരിങ് വാല്യൂ ഇപ്പോഴും കുറവ് തന്നെ ആണെങ്കിൽ അവിടെ ഇംപെയർമെന്റ് ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തത്, ഇംപെയർമെന്റ് ലോസ് നമ്മൾ SOP-യിൽ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇനി സർട്ടൻ റൂൾസ് ഉണ്ട് ഫോർ റെക്കോർഡിംഗ് ഇംപെയർമെന്റ് ലോസ്, അതാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മൾ എസറ്റിനെ കോസ്റ്റ് മോഡലിലാണ് കാണിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന നമ്മളുടെ ഇംപെയർമെന്റ് ലോസ് തന്നെയാണ്, അത് നമ്മൾ ലോസ് ആയിട്ട് SOP-യിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ അല്ലേ? രണ്ടാമത്തത്, സപ്പോസ് നമ്മൾ എസറ്റിനെ വാല്യൂ ചെയ്തിരിക്കുന്നത് റീവാല്യുവേഷൻ മോഡലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എസറ്റിന് വരുന്ന ഫോൾ ഇൻ വാല്യൂവിനെ നമ്മൾ റീവാല്യുവേഷൻ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ IA-16 പഠിച്ചതുപോലെ അതിനെ അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ തന്നെ ലോസ് ആയിട്ട് എടുക്കും. അപ്പം ബേസ്ഡ് അപ്പോൺ വാട്ട് യു ഹാവ് ഇനീഷ്യലി ടേക്കൺ ആസ് ദി മോഡൽ, അത് കോസ്റ്റ് മോഡൽ ആണെങ്കിൽ ഇംപെയർമെന്റ് ലോസ്, അത് റീവാല്യുവേഷൻ മോഡൽ ആണെങ്കിൽ റീവാല്യുവേഷൻ ലോസ് ആയിട്ട് മാറും. അപ്പൊ ഒന്ന് SOP-യിലാണ് ട്രീറ്റ്മെന്റ് ഉണ്ടാവുക, ഒന്ന് OCI-യിലാണ് ട്രീറ്റ്മെന്റ് ഉണ്ടാവുക, എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇനി നമ്മൾ ഇംപെയർമെന്റ് വെറുതെ അങ്ങ് നടത്തത്തില്ല. ഇംപെയർമെന്റിന് എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടണം. ആ സൂചനക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിക്കേഷൻസ് ഓഫ് ഇംപെയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇൻഡിക്കേഷൻസ് ഓഫ് ഇംപെയർമെന്റിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സും രണ്ടാമത്തത് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സും. ഓക്കെ, അപ്പൊ നമ്മളുടെ കമ്പനിയിൽ നടക്കുന്നതിൽ വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലായി ആ അസറ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനാണ് ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്, അസറ്റ് യൂസ് ചെയ്ത് തഴഞ്ഞു പോവുക. ഓക്കെ, മേ ബി നമ്മൾ യൂസ്ഫുൾ ലൈഫ് സെറ്റ് ചെയ്തതിനേയും കാട്ടി മുന്നേ എന്ത് ചെയ്യുക, അസറ്റിന്റെ വാല്യൂ അങ്ങ് അല്ലെങ്കിൽ അസറ്റിന്റെ കണ്ടീഷൻ അങ്ങ് മോശമായി പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അസറ്റ് ഡാമേജ് ആയി പോവുക. ഓക്കെ, അല്ലെങ്കിൽ അസറ്റിന്റെ പെർഫോമൻസ് ഒക്കെ കുറയാൻ തുടങ്ങുക. ഇത് ദിസ് ഇസ് ആപ്ലിക്കബിൾ ടു മെയിൻലി ഓൺ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. അപ്പം അവിടെയൊക്കെ അസറ്റ് ഫുൾ ടൈം യൂസേജിലാണ്. അപ്പം വേറെ ടേഴ്സ് ഉണ്ടാവും. അപ്പൊ കാലക്രമേണ ഉണ്ടാവുന്നതിനും കാട്ടി നേരത്തെ തന്നെ എന്തെങ്കിലും സംഭവിച്ചേക്കാം. അപ്പൊ അതൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ്, ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ അതിനാണ് ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇംപെയർമെന്റ് ടെസ്റ്റ് ചെയ്യും. ഇനി അടുത്തത് എന്താണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നാ. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, പുറത്ത് നടക്കുന്ന കാരണത്താൽ അസറ്റിന്റെ വാല്യൂ ഇടിയുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതിനാണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പം സർട്ടൻ സർട്ടൻ എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താ വെച്ചാൽ, ഒന്ന് ഫോൾ ഇൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി അസറ്റ്, അസറ്റിന്റെ വാല്യൂ പെട്ടെന്ന് തന്നെ ഇടിഞ്ഞു പോവുക. ഇതിന്റെ ഒരു ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ വിൻഡോസ് സോഫ്റ്റ്വെയർ. നിങ്ങൾ കോപ്പി ഒപ്പിക്കുന്നതിനെ പറ്റിയിട്ടല്ല കേട്ടോ പറയുന്നത്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങൂലേ. അപ്പൊ സപ്പോസ് നമ്മൾ മുമ്പ് വിൻഡോസ് 10 ഒക്കെ പൈസ കൊടുത്ത് വാങ്ങിന്ന് വിചാരിക്കാം. പക്ഷെ വിൻഡോസ് എന്താണ്, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അപ്പൊ സപ്പോസ് ഇപ്പം വിൻഡോസ് 12 അങ്ങനെ എന്തോ ഇറങ്ങിന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള വേർഷൻ ഔട്ട്ഡേറ്റഡ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയത്ത് എന്താവും, മാർക്കറ്റിൽ ആ വിൻഡോസ് 10ന്റെ പ്രൈസ് MRP എന്ന് പറയുന്നത് കുറയും അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനാണ് ഫോൾ ഇൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി അസറ്റ് എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഫോൺ, ഒരു ഇലക്ട്രോണിക്സ് നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ സാംസങ് ഡിവൈസസ് അല്ലേ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതിന് വേറെ വിലയും മുൻപേ ഇറങ്ങിയതിന് വേറെ വിലയാണ് അല്ലേ. സോ ആ ഫസ്റ്റ് ഇറങ്ങിയ പീസ് ആ ടൈം ഇറങ്ങുമ്പോൾ വലിയ റേറ്റിനായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. പിന്നീട്
ഫോൺ അപ്ഗ്രഡേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ മുൻപിറങ്ങിയ ഫോണിന് എന്ത് ചെയ്യും, റേറ്റ് കുറയും അല്ലേ? അതൊരു സൈൻ ഓഫ് ഇമ്പയർമെന്റ് ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് വൺ, ചേഞ്ച് ഇൻ ടെക്നോളജി സംഭവിക്കുക. ഓക്കെ, പിന്നെന്താണ്, മാർക്കറ്റ് കണ്ടീഷൻസ്, എക്കണോമിക് കണ്ടീഷൻസ് ഇതൊക്കെ മാറുക. അതേപോലെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആലോചിക്കേണ്ട ഒരു കേസ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഡയറക്ട്ലി വാല്യൂ ഇൻ യൂസിന് എന്ത് ചെയ്യും, മാറ്റും. അപ്പൊ റിക്കവറബിൾ എമൗണ്ട് ഒക്കെ മാറാൻ തുടങ്ങും. അതൊരു ഇമ്പയർമെന്റിന്റെ ഇൻഡിക്കേഷൻ ആണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ നെറ്റ് അസറ്റിന്റെ ക്യാരിയിങ് വാല്യൂ ഇസ് വെരി ഹൈ, അല്ലെങ്കിൽ നമ്മളെ ബുക്സിൽ കാണിച്ചിരിക്കുന്ന നെറ്റ് അസറ്റ് വളരെ കൂടുതലും, പക്ഷെ മാർക്കറ്റിൽ നമ്മളുടെ കമ്പനിയുടെ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ നമ്മളുടെ വാല്യുവേഷൻ വളരെ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഇമ്പയർമെന്റ് ഉണ്ട് എന്നാണ്. ഇനി നിങ്ങൾ വാല്യൂ ഇൻ യൂസ് എന്ന് കുറെ കേട്ടു അല്ലെ? അതെന്താണ്? വാല്യൂ ഇൻ യൂസ് കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾക്ക് കിട്ടാൻ പറ്റുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് പ്രസന്റ്ലി എത്ര വാല്യൂ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് വാല്യൂ ഇൻ യൂസ്. ഓക്കെ, അപ്പൊ പ്രസന്റ് വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? FM ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഇത് ഈസിയാണ്. അല്ലാത്തവരുണ്ടെങ്കിൽ പേടിക്കണ്ട, നെക്സ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇത് നിങ്ങൾക്ക് നല്ലോണം തറവാവും. ഓക്കെ, അപ്പം നമ്മൾ പ്രസന്റ് വാല്യൂ ഇങ്ങനെ കാണാം. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നമ്മൾ കണ്ടുപിടിക്കും ഡിവൈഡഡ് ബൈ 1 + r⁻n. ഓക്കെ, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഡിവൈഡഡ് ബൈ 1 + r⁻n. ഇതിൽ R എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ലോണം ഇൻ ഡെപ്ത് ആയിട്ട് ഞാൻ പോകും. ഓക്കെ, ഇനി നോക്കുക, എസെറ്റ് എന്ന് പറയുന്നത് 2 കാറ്റഗറീസ് ഉണ്ട് അല്ലേ? എസെറ്റ് എന്ന് പറയുന്നത് 2 കാറ്റഗറീസ് ഉണ്ട്, ടാഞ്ചിബിളും ഉണ്ട് ഇൻടാഞ്ചിബിളും ഉണ്ട് അല്ലേ? അതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് ജനറലാ, ഇത് രണ്ടിനും എഫക്റ്റീവ് ആണ്. ഓക്കെ, ഇനി ചില സമയത്ത് ഇൻടാഞ്ചിബിൾ എസെറ്റിന് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആനുവലി ഇമ്പയർമെന്റ് നടത്തേണ്ടി വരും. അങ്ങനെയുള്ള ഇമ്പയർമെന്റ് നടത്തേണ്ട ഇൻടാഞ്ചിബിൾ എസെറ്റ് രണ്ടെണ്ണമാണ്. ഒന്ന്, ഇൻടാഞ്ചിബിൾ എസെറ്റ്സ് വിത്ത് ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ഇല്ലാത്ത ഇൻടാഞ്ചിബിൾ എസെറ്റ്സും, അതേപോലെ തന്നെ കമ്പനിയുടെ ഗുഡ്വില്ലും വിച്ച് ഹസ് ബീൻ അക്വയർഡ് ത്രൂ എക്വിസിഷൻ. എക്വിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കമ്പനിയുടെ വാങ്ങിയ സമയത്ത് നമുക്ക് കിട്ടുന്ന ഗുഡ്വില്ലിനാണ് ഗുഡ്വിൽ ത്രൂ എക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? ആനുവലി ടെസ്റ്റ് ചെയ്യും. ഇഫ് ദർ ഇസ് എനി ഇമ്പയർമെന്റ് in order to determine whether there has been any impairment. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നിർബന്ധമാണ്. ഇത് രണ്ടും ആനുവലി എന്തായാലും ടെസ്റ്റ് ചെയ്തിരിക്കണം. വെദർ ഓർ നോട്ട് ദർ ഇസ് എൻ ഇമ്പയർമെന്റ് ഓർ നോട്ട്, നമ്മൾ എന്തായാലും ഇമ്പയർമെന്റ് ഇൻഡിക്കേറ്റർ ഓർ നോട്ട് നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ അല്ലേ? അടുത്തത്, ഇനി വാല്യൂ ഇൻ യൂസിന്റെ ഇക്വേഷൻ ഒക്കെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഏറ്റവും ഈസി ഇക്വേഷൻ ആണ്, ഈസിലി പഠിക്കാൻ പറ്റും. അതിന്റെ ഒരു ലോജിക്കും കൂടെ പറഞ്ഞു തരും. അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ ആവണ്ട കേട്ടോ. ഇനി CGU, ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്. ഓക്കെ, ഇനി ഒരു ബിസിനസ്സിന് പലതരത്തിലുള്ള അസറ്റ്സ് ഉണ്ടാവും അല്ലേ? ചിലപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിവിജ്വലി ഒരു അസറ്റിന് എത്ര ക്യാഷ് ഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര റിക്കവറബിൾ എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, ബിക്കോസ് അത് മൊത്തം ഒരു ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ്സ് നടത്തുന്ന കമ്പനി ആണെങ്കിൽ നമ്മൾക്ക് ഓരോ അസറ്റ് എടുത്തിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മൾ ഒരുപാട് അസറ്റ്സിന് ഡീല് ചെയ്യുന്നുണ്ട് അല്ലെ? അതിന് പകരം നമുക്കൊരു ബ്രാഞ്ചിന്റെ ക്യാഷ് ഫ്ലോസ് അനുസരിച്ച് എന്ത് ചെയ്യാം? ഇമ്പയർമെന്റ് സെറ്റ് ചെയ്യാം. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഡെഫിനിഷൻ? ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് ഐഡന്റിഫയബിൾ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് for whom independent cash flows cannot be identified and calculated. ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഓരോ ഈച്ച് ഇൻഡിവിജ്വലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാഷ് ഫ്ലോസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനെ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? CGU എന്ന് പറയുന്നത്. ഇനി CGU ഉണ്ടാവുമ്പം നമ്മൾ എങ്ങനെയാണ് ഇമ്പയർമെന്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? CGU എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് അസറ്റ്സ് ഉണ്ടാവും. PPE ഉണ്ടാവും. ഓക്കെ, ക്യാഷ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ബിൽഡിങ്സ്, കാര്യങ്ങൾ, കുറേ കുറേ ടൈപ്പ് ഓഫ് അസറ്റ്സ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. പേറ്റൻസ് ഉണ്ടാവും. അതായത് ഇൻടാഞ്ചിബിൾ ടാഞ്ചിബിൾ അസറ്റ്സ്,
പിന്നെ കറണ്ട് അസറ്റ്സ്, ഇതിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും സി ജി യു. അപ്പൊ അങ്ങനെ സി ജി യു ഉണ്ടായ സമയത്ത് നമ്മൾ ഇമ്പയർമെന്റ് ഗ്രൂപ്പ് തന്നെ ആയിട്ടാണ് ഇമ്പയർമെന്റ് നോക്കുക. ആ ഒരു സപ്പോസ് ഒരു ബ്രാഞ്ചിൽ നിന്നാണ് ഇമ്പയർമെന്റ് ഇൻഡിക്കേഷൻ ഉള്ളത്, ആ ഒരു കച്ചവടമൊക്കെ കുറയുന്നുണ്ട്, അപ്പൊ ഇമ്പയർമെന്റ് ഇൻഡിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിക്കവറബിൾ എമൗണ്ട് നോക്കുന്ന സമയത്ത് ഇമ്പയർമെന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ ഇമ്പയർമെന്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റൂൾ ഉണ്ട്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ പറ്റിയിട്ടാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇതൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ഇൻഡിവിജ്വലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ, അതല്ലേ സി ജി യു. അപ്പൊ ഗ്രൂപ്പായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പയർമെന്റ് അലോക്കേഷന് റൂൾസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ റൂൾസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫസ്റ്റ് അലോക്കേറ്റ്, ഒരു മിനിറ്റ്. റൂൾസ് ഇത്രയാണ്. ഒരു ഇമ്പയർമെന്റ് ഇൻ സി ജി യു നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് റൂള്, ഈ ഒരു റൂൾസ് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തറവാവേ. ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താന്നൊക്കെ വിചാരിക്കും, പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പൊ ഫസ്റ്റ് റൂൾ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇമ്പയർമെന്റ്, ഏറ്റവും ഇമ്പയർമെന്റ് സംഭവിക്കാൻ പറ്റുന്ന ഒരു അസറ്റ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ലൈക്ലി ടു ബി ഇമ്പയർഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യും, ആ കമ്പനിക്ക് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ബാക്കി ഗുഡ് വിൽ എടുത്ത് കളയും. എന്നിട്ടും ഇമ്പയർമെന്റ് ബാക്കിയാണെങ്കിൽ നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള ആ കമ്പനിയുടെ നോൺ കറന്റ് അസറ്റ്സിനെ എടുത്തിട്ട് അതിന്റെ ഒരു റേഷ്യോയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ബാക്കിയുള്ള ഇമ്പയർമെന്റും കൂടെ സെറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ റേഷ്യോ എടുക്കുന്നതിനാണ് പ്രൊറാട്ട ബേസിസ് എന്ന് പറയുന്നത്. വലിയ സംഭവം ഒന്നല്ല കേട്ടോ. ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഉണ്ട്. എക്സാമിന് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയും, ഇന്നൊരു അസറ്റിന് ഇത്ര റിക്കവറബിൾ എമൗണ്ട് ഉണ്ട് എന്ന് ഇൻഡിവിജ്വലി പറയുവാണെങ്കിൽ ആ പോയിന്റിന് ശേഷം ആ അസറ്റിനെ നമ്മൾ ഇമ്പയർമെന്റ് ചെയ്തുകൂടാ. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യേണ്ടി വരും, ബാലൻസ് കീപ്പ് ചെയ്തിട്ട് വേറെയുള്ള സ്ഥലത്ത് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ടി വരും. അതായത് 1, 2, 3 എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യും, മൂവ് ഓൺ ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ ലൈവ് സെഷനിൽ ചെയ്യും. അതിന് പുറമെ വേറെയുള്ള ക്വസ്റ്റ്യൻസും ചെയ്യും. ഓക്കെ അല്ലേ? താങ്ക് യു, ബൈ.